കൊച്ചി ഇൻഫോ പാർക്കിൽ എൻ്റെ കസ്റ്റമർ, അതായത് ഏറ്റവും പ്രൈം സ്പോട്ടാണ് ഞാൻ പറയുന്നത്, 91 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒലീവിൻ്റെ കോർട്ട്യാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൽ ഒരു 3 ബെഡ്റൂം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ജനറേറ്റ് ചെയ്യുന്ന റെന്റൽ എന്ന് പറയുന്നത് 41,000 രൂപയാണ്. അതിൽ സർവീസ് ചാർജും മെയിൻ്റനൻസും കാര്യങ്ങളും പോകുന്നുണ്ട്. ഏകദേശം നോക്കുകയാണെങ്കിൽ ആ പൈസയ്ക്ക് പകരം 1.4 കോടി അടുത്ത 2.5 വർഷം കൊണ്ട് ഞാൻ ഈ പറയുന്ന ഈ പ്രൊജക്റ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാസം 1 ലക്ഷം രൂപ എല്ലാം കഴിഞ്ഞ് എനിക്ക് നിങ്ങളുടെ കയ്യിലെടുത്ത് വെച്ചുതരാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ ബാക്കി കേൾക്കുക. ഈ പ്രൊജക്റ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ രണ്ട് റീസൺസ് മാത്രമായിരിക്കും ഉണ്ടാകും. ഒന്നില്ലെങ്കിൽ ഈ പ്രൊജക്റ്റിൻ്റെ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടായിരിക്കും. രണ്ടാമത്തെ റീസൺ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഒന്നാമത്തെ റീസൺ നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാം. ഈ പ്രൊജക്റ്റ് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഇമാറിൻ്റെ ഈ ഗ്രീൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റി സെൻറ്ററിൽ വരുന്ന ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ചെറിയ ലഗൂൺ, രണ്ട് സൈഡിലും ഫുള്ളി അപ്പാർട്ട്മെൻറ്റ്സ്, ഏകദേശം 1.5 മില്യണിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ഈ പറയുന്ന പ്രൊജക്റ്റ് അൽ മക്തൂം ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറും 11 മിനിറ്റ് മാത്രം അപ്പുറത്തേക്ക് വരുന്ന ഈ സ്പെസിഫിക് ആയിട്ടുള്ള ലാൻഡ് പാർസൽ നമുക്ക് 1 ബെഡ്റൂം 8,88,000 ദിർഹംസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിൽ നിങ്ങൾ ഏകദേശം 70-30 എന്ന് പറയുന്ന ലോങ് പേയ്മെൻറ്റ് പ്ലാനും നിങ്ങൾക്ക് വരുന്നുണ്ട്. സോ ഈ പ്രൊജക്റ്റിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ 1.4 കോടി രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് 70% 2.5 വർഷം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് DM ചെയ്യുക. കാരണം കഴിഞ്ഞ പ്രാവശ്യം ദമാക് ഐലൻഡിൽ നമ്മൾ പ്രയോറിറ്റി ബുക്കിംഗ് എടുത്തത് 10 ദിവസം മുമ്പ് എടുത്തിട്ടുണ്ട്. എന്നതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് യൂണിറ്റ് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് DM ചെയ്യും. രണ്ടാമത്തെ റീസൺ ഒബ്വിയസ്ലി നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാതെ അതിന് നമുക്കൊന്നും ചെയ്തു തരാനും പറ്റും.